സിറിയക് ആൽഫബറ്റിൻ്റെ പഠനം തുടരുകയാണ്. നമുക്ക് അടുത്തതായി കാണുവാനുള്ളത് 20th ലെറ്ററാണ്, 20ാമത്തെ ലെറ്റർ. ഇതിൻ്റെ പേരിതാണ്, റേസ് എന്നാണ് അതിൻ്റെ പേര്. RESH, റേസ് എന്നാണ് ഈ ലെറ്ററിൻ്റെ പേര്. റേസ് എന്ന സിറിയക് വാക്കിൻ്റെ അർത്ഥം ഹെഡ് എന്നാണ്, തല എന്നർത്ഥമുള്ള സിറിയക് വാക്കാണ് റേസ് എന്നുള്ളത്. എങ്ങനെയാണ് ഈ ലെറ്റർ എഴുതുക എന്നുള്ളത് അത് പറയുമ്പോൾ, നേരത്തെ നമ്മൾ പഠിച്ച ഒരു ലെറ്ററുണ്ട്, ഈ ലെറ്ററാണ് ദാലത്. ഈ ലെറ്ററിനോട് വളരെയധികം സാമ്യമുള്ളതാണ്. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, ആ ലെറ്റർ എഴുതുന്നത് പോലെ തന്നെയാണ് എഴുതുന്നത്. വ്യത്യാസം ഒരു കാര്യത്തിൽ മാത്രമാണ്. ദാലതിൻ്റെ ഡോട്ട് ഇവിടെ താഴെയാണെങ്കിൽ റേസിൻ്റെ ഡോട്ട് ഈ വളച്ച് വയ്ക്കുന്നതിൻ്റെ കറക്റ്റ് സെൻറ്ററിലായിട്ട് നമ്മൾ ഡോട്ട് കൊടുക്കുന്നു. ഒരുപാട് മുകളിലല്ല, അവിടെ ചേർത്ത് തന്നെ ഡോട്ട് ഇടുന്നു. അപ്പോൾ ദാലതിൻ്റെ ഡോട്ട് താഴെയാണെങ്കിൽ റേസിൻ്റെ ഡോട്ട് മുകളിലാണ് എന്ന കാര്യം ഓർത്താൽ മതി. ബാക്കി യാതൊരു വ്യത്യാസവുമില്ല. ദാലത് എഴുതുന്നത് പോലെ തന്നെയാണ് റേസ് എഴുതുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ 4 ലൈനിലുള്ള വലിപ്പം നോക്കിയാൽ ദാലത് പോലെ തന്നെ 2 ലൈൻ്റെ ഉള്ളിൽ ടച്ച് ചെയ്ത് നിൽക്കുന്ന ഇടത്തരം ലെറ്ററാണ്. മുകളിൽ ഡോട്ടിൻ്റെ കാര്യം വിട്ടുപോകാതെ കൊടുക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. ലെറ്ററിൻ്റെ ഭാഗം തന്നെയാണ് ആ ഡോട്ട് എന്നുള്ളത്. അതുപോലെ ഇതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ, ഇപ്പോൾ കോഫ് എന്ന ലെറ്ററിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ 100 ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി മുതലുള്ള ലെറ്ററിൻ്റെ എല്ലാം 100ൻ്റെ ഗുണിതങ്ങളാണ്. അതുകൊണ്ട് റേസിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ എന്ന് പറയുന്നത് 200 ആണ്. റേസ് ന്യൂമറിക്കൽ വാല്യൂ 200. ഇനി നമുക്ക് അതിൻ്റെ പ്രൊനൗൺസിയേഷനിലേക്ക് കിടക്കാം. അതിൻ്റെ മലയാള പ്രൊനൗൺസിയേഷൻ എന്നുള്ളത് റ എന്നുള്ള പ്രൊനൗൺസിയേഷൻ, വവൽ കൊടുത്താൽ റ എന്ന് വായിക്കുക. അതുപോലെ ര എന്ന പ്രൊനൗൺസിയേഷൻ ഉപയോഗിക്കാറുണ്ട്, ര. അതുപോലെ ഇംഗ്ലീഷ് വരുമ്പോൾ R എന്ന ലെറ്ററിൻ്റെ പ്രൊനൗൺസിയേഷനാണ് ഈ ലെറ്ററിനുള്ളത്. അപ്പോൾ 20ാമത്തെ ലെറ്റർ റേസ് എന്ന് ഉച്ചരിക്കുന്നു. റേസിൻ്റെ അർത്ഥം ഹെഡ് എന്നുള്ളതാണ്. ദാലതിനോട് സമാനമായ ലെറ്റർ ഡോട്ട് മുകളിൽ നമ്മൾ കൊടുക്കുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. നമ്മൾ ഈ ഡോട്ട് കൊടുക്കുന്ന കറക്റ്റ് സെൻറ്ററിൽ തന്നെയായിട്ട് കൊടുക്കാൻ നോക്കുക. അപ്പോൾ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ റ എന്നുള്ളത് മലയാളം, ഇംഗ്ലീഷിലെ R എന്നുള്ളത്. റേസ് എന്ന ലെറ്റർ കൂടി ഈ ഗണത്തിലേക്ക് നമുക്ക് എഴുതിയേക്കാം. Now the 21st ലെറ്റർ, 21ാമത്തെ ലെറ്റർ, അത് എൻ്റെ പേര് ഇതാണ്, ഷീൻ എന്നാണ് എൻ്റെ പേര് വരുന്നത്. ഷീൻ. എസിൻ്റെ മുകളിൽ അങ്ങനെ ഒരു അടയാളം കൂടെ കൊടുത്തിരിക്കുന്നത്. ഉച്ചരിക്കേണ്ടത് ഷ എന്ന ഉച്ചാരണമല്ല, സ എന്നല്ല, ഷ എന്ന ഉച്ചാരണം. വായിക്കേണ്ടത് ഷീൻ എന്ന് വായിക്കുക, ഷീൻ. ഷീൻ എന്ന വാക്കിൻ്റെ അർത്ഥം ടൂത്ത് എന്നാണ്. ടൂത്ത് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഇനി നമുക്ക് നോക്കാം ഈ ലെറ്റർ എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ളത്. ഇതും അല്പമൊന്ന് ശ്രദ്ധിച്ച് എഴുതേണ്ട ഒരു ലെറ്ററാണ്, നോക്കിക്കൊള്ളുക. ഒരുപാട് വലിപ്പമുള്ള ലെറ്ററല്ല. ആദ്യം ഇങ്ങനെ ഒരു ഷേപ്പ് നമ്മൾ വരയ്ക്കുന്നു. ഇതിന് ശേഷം ഇവിടെ നിന്ന് താഴേക്ക് അതുപോലെ വളച്ചെടുക്കുന്നു. വലത്തുവശത്തേക്ക് ചെന്ന് ഇവിടെ അവസാനിക്കുന്നു. ഏതാണ്ട് ഈ ഒരു പൊസിഷൻ വരെ വരട്ടെ. വീണ്ടും ഇവിടെ നിന്ന് ആരംഭിച്ചിട്ട് ഇടത്തുവശത്തേക്ക് അതേ ലൈനിൽ തന്നെ ഇടത്തുവശത്തേക്ക് അല്പം കൂടെ ദൈർഘ്യമുള്ളൊരു വളച്ച് വരയ്ക്കുന്നു. അപ്പോൾ സീൻ ഒന്നുകൂടി നോക്കുക. ആദ്യം ഇങ്ങനെ ഒരു ഷേപ്പ് വരയ്ക്കുന്നു. അതിനുശേഷം വലത്തുവശത്തേക്ക് ഏതാണ്ട് സെൻറ്റർ ഭാഗത്തുനിന്ന് എടുത്ത് വലത്തുവശത്തേക്ക് ഒരു ലൈൻ വരയ്ക്കുന്നു, വളച്ച് വരയ്ക്കുന്നു. ഇതിന് ശേഷം ഇവിടെ നിന്ന് വീണ്ടും ഇവിടെ നിന്ന് ആരംഭിച്ച് ഇടത്തുവശത്തേക്കൂടെ ഒരു ലൈൻ വരയ്ക്കുന്നത്. അല്പം കൂടെ നീളം കൂടുതൽ കൊടുക്കും. ഇതാണ് സീൻ എന്ന ലെറ്റർ. ഇനി നമുക്ക് നോക്കാതെ അതിൻ്റെ വലിപ്പം എന്താണ് എന്ന കാര്യം കൂടെ നോക്കാം. 4 ലൈൻ്റെ ഉള്ളിൽ 2 ലൈൻ്റെ ഉള്ളിൽ നിൽക്കുന്ന മിഡിൽ സൈസ് ഇടത്തരം വലിപ്പമുള്ള ലെറ്ററാണിത്. ഇപ്പോൾ 2 ലൈൻ ടച്ച് ചെയ്ത് നിൽക്കുന്ന ഇടത്തരം വലിപ്പമുള്ള ലെറ്ററാണിത്, സീൻ എന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ, അപ്പോൾ അത് 100ൻ്റെ ഗുണിതങ്ങളാണ് സീൻ എന്നുള്ളത് 300.
ഇനി നമുക്ക് അതിൻ്റെ പ്രൊനൗൺസിയേഷനിലേക്ക് കിടക്കാം. ഷീൻ എന്ന ലെറ്ററിൻ്റെ പ്രൊനൗൺസിയേഷൻ, എൻ്റെ മലയാളം പ്രൊനൗൺസിയേഷൻ എന്നുള്ള ഷ് എന്നുള്ളതാണ്. അതിൻ്റെ ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷൻ വരുന്നത് എസിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു അടയാളം കൊടുത്തിരിക്കുന്നത്. കാരണം അത് ഷ് എന്നാണ് ഉച്ചരിക്കേണ്ടത്, സ എന്നല്ല, ഷ് എന്ന ഉച്ചാരണം. ഇപ്പോൾ 21st ലെറ്റർ ഈസ് കോൾഡ് ഷീൻ. ഇറ്റ്സ് മീനിങ് ഈസ് ടൂത്ത്. ഇറ്റ്സ് നോമറിക്കൽ വാല്യൂ 300. എഴുതുന്ന രീതി ആദ്യം ഇങ്ങനെ ഈ ഷേപ്പ്, ദെൻ വലത്തേക്ക്, പിന്നീട് ഇടത്തേക്ക് അവസാനിക്കുന്നു. മിഡിൽ സൈസ് ലെറ്ററാണ്, നടുവിലുള്ള 2 ലൈൻ ടച്ച് ചെയ്ത് നിൽക്കുന്ന ലെറ്റർ. ഇറ്റ്സ് പ്രൊനൗൺസിയേഷൻ മലയാളം ഷ് അല്ലെങ്കിൽ ഷ എന്നുള്ളത്, ഇംഗ്ലീഷിൽ എസ്, മുകളിൽ ഇത് സൂചിപ്പിക്കുന്ന ഷ എന്ന ഉച്ചാരണമാണ് വരേണ്ടത് എന്നുള്ളതിനെയാണ്. ഇപ്പോൾ ഷീൻ എന്ന ലെറ്റർ കൂടി നമുക്ക് ഈ ഗണത്തിലേക്ക് ഒന്ന് എഴുതി വയ്ക്കാം. Now the last letter of Syriac alphabet, now the 22nd letter is called Tav. T-A-U. താവ് എന്നുള്ളതാണ് ഈ ലെറ്റർ. താവ് എന്ന വാക്കിൻ്റെ അർത്ഥം സൈൻ, അടയാളം എന്നല്ല അർത്ഥം വരുന്ന സൈൻ എന്നുള്ളതാണ് ഈ വാക്കിൻ്റെ, ഈ സിറിയക് വാക്കിൻ്റെ അർത്ഥം. നമുക്ക് നോക്കാം. ഈ താവ് എന്നുള്ളത് സുറിയാനി ഭാഷയിലെ വലിയ ലെറ്റേഴ്സിൽ, അതായത് ആലപ്പ് പോലെ, ലാമത് പോലെ വലിയ ലെറ്റേഴ്സിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു നല്ലപോലെ ചെരിച്ച ഒരു ലൈൻ വരയ്ക്കാം. വലുപ്പത്തിൽ തന്നെ എഴുതുക, കാരണം വലിയ ലെറ്റർ ആയതുകൊണ്ട്. ഇനി അടുത്ത ഒരു ലൈൻ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, അത് അത്രയ്ക്ക് ചെരിവ് വരുന്നില്ല, അല്പം ചെരിവ് കുറയ്ക്കുക. ഏതാണ്ട് അതേ ലെവൽ തന്നെ താഴേക്ക് കൊണ്ടുവരിക. പിന്നീട് ഈ നടുവിലുള്ള ഭാഗത്ത് ഒരു ചെറിയൊരു വളച്ച് ഒരു ഷേപ്പ് കൂടെ നമ്മൾ വരയ്ക്കുന്നു. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. നന്നായി ചെരിച്ച ഒരു ലൈൻ വരയ്ക്കുന്നു. ഇനി അത്ര തന്നെ ചെരിവില്ലാത്ത ഒരു ലൈൻ വരയ്ക്കുന്നു. ഇനി അതിനിടയിലുള്ള ഭാഗത്ത് ഒരു ചെറിയ കുനുപ്പ് വരയ്ക്കും. ഇപ്പോൾ താവ് എന്ന ലെറ്റർ അതാണ്. താവ് വലിയ ലെറ്റർ ആയതുകൊണ്ട് എഴുതുമ്പോൾ തന്നെ വലുതായിട്ട് തന്നെ എഴുതാം. താവ്. ഇനി നമുക്ക് 4 ലൈനിൽ ഈ താവിൻ്റെ പൊസിഷൻ നോക്കുക. 3 ലൈൻ ടച്ച് ചെയ്യുന്ന വലിയ ലെറ്ററാണിത്. താഴേക്ക് ചെരിച്ച ലൈൻ, ഇടയിലുള്ള ഭാഗം ഇങ്ങനെ ഒരു ചെറിയ കുനുപ്പോടുകൂടി വരയ്ക്കുന്നു. ദിറ്റ് ഈസ് ദ ലാസ്റ്റ് ലെറ്റർ ഓഫ് സിറിയക് ആൽഫബറ്റ്. ഇറ്റ്സ് എ നോമറിക്കൽ വാല്യൂ. ഇതിൻ്റെ നോമറിക്കൽ വാല്യൂ എന്നുള്ളത് 400 ആണ്, 400 ആണ് ഇതിൻ്റെ നോമറിക്കൽ വാല്യൂ. നമുക്ക് അതിൻ്റെ പ്രൊനൗൺസിയേഷനിലേക്ക് വരാം. മലയാള പ്രൊനൗൺസിയേഷൻ എന്നുള്ളത് ത എന്നുള്ള പ്രൊനൗൺസിയേഷനാണ്. ത് വവൽ കൊടുത്താൽ ത എന്ന് നമുക്കതിനെ ഉച്ചരിക്കാം, ത. ഇനി മലയാളം ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷൻ ടി എന്ന പ്രൊനൗൺസിയേഷനാണ് അതിനുള്ളത്. അതുപോലെ തന്നെ TH എന്ന പ്രൊനൗൺസിയേഷൻ കൂടെയുണ്ട്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇത് വവ്വലുടെ ലെറ്ററിന് ശേഷം വരുമ്പോൾ താവിൻ്റെ പ്രൊനൗൺസിയേഷൻ സ എന്നുകൂടിയുണ്ട്. താവിന് സ എന്ന പ്രൊനൗൺസിയേഷൻ കൂടി വരുന്നുണ്ട്. എസ് കൂടി നമുക്ക് ചില അവസരങ്ങളിൽ, അതായത് വവ്വലുടെ ലെറ്ററിന് ശേഷം വരുന്ന അവസരത്തിൽ അതിന് അങ്ങനെ ഒരു പ്രൊനൗൺസിയേഷൻ കൂടി വരുന്നുണ്ട്. ഇപ്പോൾ സുറിയാനി ഭാഷയിലെ 22 ലെറ്റേഴ്സാണുള്ളത്. സെമിറ്റിക് ഭാഷകളുടെ എല്ലാം പ്രത്യേകത അതാണ്. 22 ലെറ്റേഴ്സാണ് ഈ സെമിറ്റിക് ഭാഷകൾക്കെല്ലാം ഉള്ളത്. ആ എല്ലാ ലെറ്റേഴ്സും കോൺസണൻസ് ആണ്, വ്യഞ്ജനങ്ങളാണ്. ഈ താവ് കൂടി ഇവിടെ നമ്മളത് എഴുതുകയാണ്. സുറിയാനി ഭാഷയുടെ പഠനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു എൻ്റെ ലെറ്റേഴ്സ് മനസ്സിലാക്കുക, എങ്ങനെയാണത് എഴുതുക, എന്താണ് അതിൻ്റെ പേര് എന്നുള്ളത്. നമ്മളതാണ് ഈ ക്ലാസ്സുകളിലൂടെ മനസ്സിലാക്കിയത്. സിറിയക് ലെറ്റേഴ്സ് എങ്ങനെയാണ് എഴുതുക, അല്ലെങ്കിൽ അതിൻ്റെ വലിപ്പം എന്താണ്, ആ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇത് ലെറ്റേഴ്സിൻ്റെ പേരുകളും ഒക്കെ ഓർത്തിരിക്കുവാൻ നമുക്ക് ആ ലെറ്റേഴ്സിൻ്റെ പേരുകൾ പഠിക്കാനായിട്ട് സാധിക്കും. അതിന് എളുപ്പമുള്ളൊരു കാര്യം, ഈ ലെറ്റേഴ്സിൻ്റെ പേരുകളെല്ലാം ചേർത്ത് ഒരു ഗാനരൂപത്തിൽ നമ്മളത് ആലപിച്ച് പഠിച്ചാൽ വളരെ എളുപ്പത്തിൽ
നമുക്ക് ഈ ലെറ്റേഴ്സ് ഓർത്തിരിക്കുവാനായിട്ട് സാധിക്കും. ഓരോ ലെറ്ററിൻ്റെയും പേര് പഠിക്കുന്നതിനേക്കാൾ എളുപ്പം ആ പേരുകൾ ചേർത്ത് ഒരു ചെറിയ പാട്ട് രൂപത്തിലാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്കത് പഠിക്കാൻ കഴിയും. ഞാൻ അതിൻ്റെ സൗകര്യത്തിന് വേണ്ടി ഒരു 4 ലൈനിലേക്ക് ഈ ലെറ്റേഴ്സ് ഒന്ന് എഴുതുകയാണ്. ആലപ്പ്, ബേസ്, ഗാമൽ, ദാലത്. ഇത് ഫസ്റ്റ് ലൈനാണ്. ഇനി സെക്കൻഡ് ലൈൻ ഹെ, വാവ്, സൈൻ, ഖേസ്, തേസ്,